ഹലോ, എല്ലാവർക്കും നമസ്കാരം. തനിമ സാംസ്കാരിക വേദി ട്രസ്റ്റിൻ്റെ 21ാമത് വാർഷിക ആഘോഷത്തിലേക്ക് പ്രയറിനുള്ള കുട്ടികളെ പെട്ടെന്ന് വരിക. അനന്യ, ആദ്യ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അകാന്ത നീലവാനമം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യക്ക് നിതാന്ത വത്സരോത്സുഖം നിതാന്ത വത്സരോത്സുഖം നിതാന്ത വത്സരോത്സുഖം. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് തനിമയുടെ പ്രസിഡന്റ് ശ്രീ CS മനോജ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാ തവണയും പോലെ ഈ തവണയും നമ്മൾ 1 മണിക്കൂറിലധികം താമസിച്ചാണ് പരിപാടികൾ തുടങ്ങുന്നത്. എന്നിരുന്നാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന ഉമ്മൻ ഡേവിഡ് അവറുകളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു സായാഹ്നം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തനിമയെ പറ്റി പരിചയപ്പെടുത്താനും തനിമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെപ്പറ്റി 2 വാക്ക് പറയാനായിട്ട് സെക്രട്ടറി ശ്രീ സോണു സത്യദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. 21 വർഷം പൂർത്തിയാക്കുന്ന തനിമ സാംസ്കാരിക വേദി നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. തനിമയിലെ ഓരോ മലയാളിയും ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. നമ്മൾ ആരും തന്നെ മറ്റാരെക്കാളും ജാതിയോ മതമോ സാമ്പത്തികമായോ ഒരാൾ ആരെക്കാളും ഉയർന്നവനോ താഴ്ന്നവനോ അല്ല. തനിമ സാംസ്കാരിക വേദിയുടെ ഒരു അംഗമാകാൻ സാധിച്ചു എന്ന അഭിമാനത്തോടു കൂടി ഒരു ചെറിയ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തനിമ സാംസ്കാരിക വേദിയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് കേരള സമാജം ലൈബ്രറിയിൽ വെച്ച് 2023 ജൂലൈ 9-ാം തീയതി നടത്തുകയുണ്ടായി. 2023-24 വർഷത്തെ ഭരണസമിതിയെ ഈ യോഗത്തിൽ തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രസിഡൻ്റായി നമ്മുടെ ശ്രീ മനോജ് CS, വൈസ് പ്രസിഡൻ്റായി ശ്രീ ജോർജ് ബോസ്, സെക്രട്ടറി ശ്രീ സോനു സത്യദാസ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ബിന്ദു മനോജ്, ട്രഷറർ ശ്രീ വിദേഹ് CV, ഇന്റേണൽ ഓഡിറ്റർ ശ്രീ PK ബാബുരാജ്, ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ശ്രീമതി ചന്ദ്രിക മുരളീധരൻ, പിന്നെ മറ്റു GC അംഗങ്ങൾ ശ്രീ ബിജു രാജൻ, ശ്രീ ആൻ്റണി ഫിലിപ്പ്, ശ്രീ മനോജ് നായർ, ശ്രീ KC വേണുഗോപാൽ, ശ്രീ മനോജ് കുമാർ KC, ശ്രീ മുഹമ്മദ് റഷീദ്, ശ്രീ ശൈലേഷ്, ശ്രീ KRS മേനോൻ, ശ്രീ ഉണ്ണികൃഷ്ണ കുറുപ്പ്, ശ്രീമതി അശ്വതി കൃഷ്ണൻ, ശ്രീമതി ഷീന അനിൽ, ശ്രീമതി പ്രശാന്തി രാജു, ശ്രീമതി സതി വാസുദേവൻ, ശ്രീമതി അനിത രവീന്ദ്രൻ എന്നിവരാണ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ GC യോഗം 2023 ജൂലൈ 26-ന് ചേരുകയുണ്ടായി. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ശ്രീ പ്രദോഷ പുണ്ണി, ശ്രീ ശ്രീഹരി കൃഷ്ണൻ, ശ്രീമതി ഷീന ശ്രീഹരി എന്നിവരെ GCയിലേക്ക് നോമിനേറ്റ് ചെയ്തത് യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു.
തനിമയുടെ വിഷു ആഘോഷം 2023 ഏപ്രിൽ 14 തനിമ ഓഫീസിൽ വിഷുക്കണി ഒരുക്കിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. കണി കാണാൻ എത്തിയവർക്ക് കൈനീട്ടവും തനിമശ്രീ അംഗങ്ങൾ ഉണ്ടാക്കിയ പായസവും വിതരണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ തനിമയുടെ 2023 വർഷത്തെ ഓണാഘോഷം വളരെ പ്രൗഢഗംഭീരമായി തന്നെ ചന്ദ്രേഷ് ലോധ മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ചെണ്ടമേളത്തോടു കൂടി ആരംഭിച്ച കലാപരിപാടികൾ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി അവസാനിച്ചു. അതുപോലെ തന്നെ തനിമയുടെ ഒരു ദിവസത്തെ വിനോദയാത്ര നവംബർ 11-ാം തീയതി നമ്മൾ നടത്തുകയുണ്ടായി. ബദലാപൂരിലെ ഹാർമണി വില്ലേജ് റിസോർട്ടിലേക്ക് നടത്തിയ വിനോദയാത്രയിൽ തനിമ കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. തനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തനിമ ശ്രീയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഒരേ സമയം 500-ലധികം പേർക്ക് നാടൻ ഊണ്, ബിരിയാണി, അച്ചാറുകൾ, മറ്റ് വിഭവങ്ങൾ എന്നിവ തയ്യാറാക്കി നൽകാൻ കഴിവുള്ള ഒരു സ്വയം പര്യാപ്തമായ ഒരു സംഘടനയായി ഇന്ന് തനിമശ്രീ വളർന്നിരിക്കുകയാണ്. നമ്മുടെ തിരുവോണ ദിനത്തിൽ 60-ലധികം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി തനിമശ്രീ. അതുപോലെ തന്നെ തനിമശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ട്രഷറർ ശ്രീ വിദേഹിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തനിമയുടെ കീഴിൽ നമ്മൾ കുട്ടികൾക്കായി ഡാൻസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 20-ലധികം കുട്ടികൾ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള മിഷന് കീഴിൽ വരുന്ന മലയാളം ക്ലാസ്സുകളും നമ്മൾ തനിമ ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ട്. തനിമയുടെ കീഴിൽ നമ്മൾ മലയാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഏകദേശം 15-ലധികം കുട്ടികൾ നമ്മുടെ മലയാളം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തനിമയിലെ ഒരു അംഗത്തിന് ചികിത്സാ സഹായം ആവശ്യമായി വന്ന ഘട്ടത്തിൽ നമ്മുടെ തനിമയിലെ എല്ലാ അംഗങ്ങളും അതിന് സഹകരിച്ചു. അവരിൽ നിന്നെല്ലാം നമ്മൾ സമാഹരിച്ച തുക നമ്മുടെ പ്രസിഡന്റ് ശ്രീ മനോജ് ശ്രീധർ അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി. അതുപോലെ തന്നെ രാംബാബു ബിസെ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി സ്ട്രെസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് സെമിനാറുകൾ നമ്മൾ തനിമയുടെ കീഴിൽ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ ഒരു കുട്ടിക്ക് തനിമയുടെ ഒരു നല്ലവനായ ഒരു വ്യക്തി, ഒരു അംഗം ഈ വർഷത്തെ മുഴുവൻ സ്കൂൾ ഫീയും നൽകാം എന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കയ്യടി എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തനിമയുടെ കീഴിൽ ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ പരിപാടികൾ ഞങ്ങളെ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മാസത്തോടു കൂടി വുമൻസ് ഡേ സംഘടിപ്പിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി മ്യൂസിക് ക്ലാസ്, അതും നമ്മുടെ ഒരു സ്വപ്നമാണ്. പിന്നെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. തനിമയുടെ എല്ലാ അംഗങ്ങളും തന്നെ, എല്ലാ ഏരിയയിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും തന്നെ അതിൽ നല്ലപോലെ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് തനിമയുടെ അംഗത്വം നേടിയിട്ടില്ലാത്തവർ ഇനിയും തനിമയുടെ അംഗത്വം നേടണം. അതുപോലെ തന്നെ എല്ലാ ഏരിയയിലുള്ള മെമ്പേഴ്സും നമ്മുടെ തനിമയുടെ മുൻനിരയിലേക്ക് കടന്നു വരണം, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നൊരു അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ചെറിയ കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇവരെ ബൊക്ക കൊടുത്ത് ആദരിക്കാനായിട്ട് പ്രസിഡന്റിനെ ആദരിക്കാനായിട്ട് ശ്രീ ബിജു രാജനെ ക്ഷണിച്ചോളുന്നു. പ്രസിഡന്റിനെ ആദരിക്കാൻ ശ്രീ ബിജു രാജൻ. സെക്രട്ടറി റോണു സത്യദാസിനെ ആദരിക്കാനായിട്ട് ശ്രീ മനീഷ് കുറുപ്പ് അവർകളെ ക്ഷണിച്ചോളുന്നു. ട്രഷറർ ശ്രീ വിദേ അവർകളെ ആദരിക്കാനായിട്ട് ശ്രീ ശ്രീഹരിയെ ക്ഷണിച്ചോളുന്നു.
ചന്ദ്രന അമ്മയെ ബൊക്ക കൊടുത്ത് ആദരിക്കാനായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ ക്ഷണിച്ചോളൂ. ശ്രീ ബാബുരാജ് അവർകളെ ആദരിക്കാനായിട്ട് ശ്രീ ബിന്ദു മനോജിനെ ക്ഷണിച്ചോളുന്നു. ബാബുചേട്ടനെ ആദരിക്കാനും.